ഇന്ത്യയെ തകർക്കാമെന്ന് സ്വപ്നം കാണുന്ന ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ചിരി വന്നേക്കാം. ഈ തള്ളം നിർത്താമോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതിർത്തി പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ചൈനയും പാകിസ്ഥാനും പ്രകോപിതരാകും. അതുകൊണ്ട് അതിർത്തി പ്രദേശങ്ങൾ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴല്ല, ഒരു 12 വർഷം മുൻപ്. ശത്രുവിനെ പേടിച്ച് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരു നാണം കെട്ട സർക്കാർ. ആ ഭരണത്തിനെ പറ്റി അറിയാത്തവർക്ക് ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ച ചിലപ്പോൾ ഒന്നുമല്ലെന്ന് തോന്നാം. പക്ഷെ ആ ഭരണത്തിൽ നാണം കെട്ട് തലതാഴ്ത്തി ജീവിച്ചിരുന്ന ദേശസ്നേഹികൾക്ക് ഇന്ന് ഈ രാജ്യത്തിൽ ഉണ്ടാകുന്ന ഓരോ വികസനവും ഓരോ പുരോഗതിയും അഭിമാനം തന്നെയാണ്. ഇന്ന് ഇന്ത്യക്ക് ഒരു നെഞ്ചുറപ്പുണ്ട്, 56 ഇഞ്ചിന്റെ നെഞ്ചുറപ്പ്. ആ നെഞ്ചുറപ്പിനെ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് കുറച്ചധികം തന്നെ പേടിയുമുണ്ട്. അതിനാർക്കെങ്കിലും വിഷമമോ പുച്ഛമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു മൂലയിലോട്ട് മാറിയിരുന്ന് കരയുകയോ പുച്ഛിക്കുകയോ എന്ത് വേണോ ചെയ്യുക. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഇനി അങ്ങോട്ട് പാർലമെന്റിന്റെ ഒരു മൂലക്കിരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും യോഗം. ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, കിഴക്കൻ അതിർത്തിയിൽ പുകയുന്ന ബംഗ്ലാദേശും ഉൾപ്പെടെ 3 ശത്രുക്കളെയും ഒരേ സമയം നേരിടാൻ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങുകയാണ്. അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സൈനിക ഗതാഗത നീക്കത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. 45,000 കോടി രൂപ ചെലവിട്ട് കേവലം 18 മുതൽ 24 മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ അതിർത്തികളിൽ കൂറ്റൻ റെയിൽവേ ശൃംഖല നിർമ്മിക്കാനാണ് സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ. പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, ആസം എന്നിവ ഉൾപ്പെടെയുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായിരിക്കും ഈ വമ്പൻ പ്രോജക്ട് നടപ്പിലാകുക. വെറുമൊരു യാത്രാപാതയായി ഇതിനെ കാണരുത്. സൈന്യത്തെയും അത്യാധുനിക ആയുധങ്ങളെയും യുദ്ധ സാമഗ്രികളെയും മിന്നൽ വേഗത്തിൽ അതിർത്തികളിൽ എത്തിക്കാനുള്ള അതിവിദഗ്ധമായിട്ടുള്ള ഒരു നീക്കമാണിത്. ഇന്ത്യയുടെ മെയിൻലാൻഡിനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി കോറിഡോർ മുതൽ ഹിമാലയൻ അതിർത്തികൾ വരെ ഇനി ഇന്ത്യൻ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ആവശ്യമെങ്കിൽ യാത്രാ ചരക്ക് വണ്ടികൾ നിർത്തിവെച്ച് മുഴുവൻ റെയിൽ ശൃംഖലയും സൈനിക ആവശ്യങ്ങൾക്കായി പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഇരട്ട ഉപയോഗ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഒരു വശത്ത് ചൈന അതിർത്തികളിൽ പുതിയ ഹെലികോപ്റ്ററുകളും ഹെലിപോർട്ടുകളും വിമാനത്താവളങ്ങളും മിസൈലുകളും ഒക്കെ നിർമ്മിച്ച് ഇന്ത്യയെ നിരന്തരം വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ എക്കാലത്തെയും വലിയ സുരക്ഷാ ഭീഷണിയായി തുടരുന്നു. ഇതിനെല്ലാം പുറമെയാണ് 2024 രാഷ്ട്രീയ അട്ടിമറിക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്നുള്ള പുതിയ വെല്ലുവിളികൾ. ഈ 3 മുന്നണികളിലും ഒരേ സമയം ഒരു യുദ്ധസമാന സാഹചര്യം വന്നാൽ അണുവിട പതറാതെ അതിശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ സജ്ജമാക്കുക എന്നതാണ് ഈ വമ്പൻ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 2 വർഷത്തേക്കുള്ള റെയിൽവേയുടെ ആകെ നിക്ഷേപത്തിന്റെ 22% ഈ അതിർത്തി വികസനത്തിനായി മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തി തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ അതിർത്തികളിൽ ഇന്ത്യ നടത്തുന്ന ഈ മുന്നേറ്റം അതിശയകരമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം 1700 കിലോമീറ്റർ പുതിയ റെയിൽവേ പാതകളാണ് ഇതിനകം നിർമ്മിച്ചത്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് 1450 കിലോമീറ്റർ പുതിയ റോഡുകളും വെട്ടിത്തുറന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കാശ്മീരിലെ റെയിൽവേ പാലം മുതൽ 1962 യുദ്ധത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടിരുന്ന അഡ്വാൻസ് ലാൻഡിംഗ് ഗ്രൗണ്ടുകൾ വരെ വീണ്ടും സജീവമാക്കിയതും ഈ കരുത്തുറ്റ പ്രതിരോധ നയത്തിന്റെ തുടർച്ചയാണ്. ചുരുക്കത്തിൽ അതിർത്തികളിൽ ഇന്ത്യ ഇനി കേവലം പ്രതിരോധത്തിലല്ല, ഏത് നിമിഷവും ആക്രമണോത്സുകമായി തിരിച്ചടിക്കാൻ തയ്യാറായ കരുത്തുറ്റ ഒരു പുതിയ ഇന്ത്യയാണ് ലോകം കാണുന്നത്. 3 രാജ്യങ്ങൾ ഒന്നിച്ചു വന്നാലും ഇന്ത്യൻ മണ്ണിലേക്ക് കണ്ണുവയ്ക്കാൻ ഇനി ശത്രുക്കൾ ഭയക്കും. കാരണം അതിർത്തി കാക്കാൻ ഇന്ത്യൻ സൈന്യം രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.